നടുക്കടലിൽ ദിശ തെറ്റിയ കപ്പലിന് സമാനമായ ഒരവസ്ഥയിലൂടെയാണ് ഇറാൻ എന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഇപ്പോൾ കടന്നുപോകുന്നത്. പതിറ്റാണ്ടുകളോളം രാജ്യത്തെ ഉരുക്കുമുഷ്ടി കൊണ്ട് നയിച്ച അയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തിന് പിന്നാലെ അധികാരമേറ്റെടുത്ത മകൻ മുജ്തബ ഖമേനിയെയും കാത്തിരുന്നത് കനത്ത വെല്ലുവിളികളായിരുന്നു. എന്നാൽ അധികാരമേറ്റ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ പരമോന്നത നേതാവിനെ ലോകത്തിന് മുന്നിലോ സ്വന്തം ജനതയ്ക്ക് മുന്നിലോ പ്രത്യക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നത് ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെ കടുത്ത അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുകയാണ്. മുജ്തബ ഖമേനി എവിടെയാണ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് തന്നെ ഉയരുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതീവ ഗുരുതരമായി പരിക്കേറ്റ മുജ്തബയെ വിദഗ്ധ ചികിത്സയ്ക്കായി റഷ്യയിലേക്ക് മാറ്റിയതായാണ് സൂചനകൾ. ഇറാൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ അധികാര കൈമാറ്റം നടന്നത്. ഫെബ്രുവരി 28 നടന്ന അമേരിക്കൻ ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് അലി ഖമേനി കൊല്ലപ്പെട്ടത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ സൈനിക നീക്കത്തിൽ അലി ഖമേനിയുടെ കുടുംബത്തിലെ പലരും കൊല്ലപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് 56-കാരനായ മുജ്തബ ഖമേനി പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടത്. എന്നാൽ പ്രഖ്യാപനത്തിന് ശേഷം ഇതുവരെ അദ്ദേഹം ക്യാമറകൾക്ക് മുന്നിൽ വന്നിട്ടില്ല. സ്റ്റേറ്റ് ടെലിവിഷനിലെ വാർത്താ അവതാരകർ വായിക്കുന്ന പ്രസ്താവനകളിൽ മാത്രമാണ് മുജ്തബയുടെ സാന്നിധ്യം ഒതുങ്ങി നിൽക്കുന്നത്. നേതാവ് ജീവനോടെയുണ്ടോ അതോ മരണപ്പെട്ടോ എന്ന സംശയം ബലപ്പെടാൻ പ്രധാന കാരണവും ഈ അദൃശ്യത തന്നെയാണ്. മുജ്തബ ഖമേനിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വ്യോമാക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാൽ നഷ്ടപ്പെട്ടതായും ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ പരിക്കേറ്റതായും ലണ്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില ഇറാനിയൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അദ്ദേഹം കോമയിലാണെന്നും മിക്കവാറും മരണപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് മുജ്തബയ്ക്ക് പരിക്കേറ്റ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ പ്രകാരം മുജ്തബ എവിടെയാണെന്ന് അവർക്ക് കൃത്യമായ അറിവുണ്ട്. തങ്ങളുടെ അടുത്ത ലക്ഷ്യം മുജ്തബയാണെന്ന മുന്നറിയിപ്പും ഇസ്രായേൽ ഇതിനോടകം നൽകി കഴിഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇടപെടൽ നിർണായകമാകുന്നത്. കുവൈറ്റ് ആസ്ഥാനമായുള്ള അൽ ജരീദ പത്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം പുടിൻ്റെ പ്രത്യേക താൽപര്യപ്രകാരം മുജ്തബയെ അതീവ രഹസ്യമായി മോസ്കോയിലേക്ക് കൊണ്ടുപോയി. ഇറാനിലെ ആശുപത്രികളിൽ സുരക്ഷാ ഭീഷണി ഉള്ളതിനാലും രാജ്യം നിരന്തരമായ വ്യോമാക്രമണങ്ങൾ നേരിടുന്നതിനാലും അവിടെ ചികിത്സ തുടരുന്നത് അസാധ്യമാണെന്ന് കണ്ടാണ് റഷ്യയുടെ ഈ നീക്കം. റഷ്യയുടെ സൈനിക വിമാനത്തിൽ മോസ്കോയിലെ ഒരു കൊട്ടാരത്തിലെത്തിച്ച അദ്ദേഹത്തിന് അവിടെ വെച്ച് ശസ്ത്രക്രിയ നടത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. തങ്ങളുടെ പശ്ചിമേഷ്യൻ സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ റഷ്യ എത്രത്തോളം ജാഗ്രത പുലർത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിന്റെ അവസാന നാളുകളിൽ ബഷർ അൽ അസദിന് അഭയം നൽകിയതിന് സമാനമായ ഒരു നീക്കമാണിതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇറാൻ സർക്കാർ പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം മുജ്തബ ഖമേനി സുഖം പ്രാപിച്ചു വരികയാണ്. വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായ് ഈ റിപ്പോർട്ടുകളെ ഭാഗികമായി സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ മുജ്തബയുടെ പേരിൽ പുറത്തിറങ്ങുന്ന രേഖാമൂലമുള്ള പ്രസ്താവനകൾ കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തന്റെ പിതാവിന്റെ കാലത്ത് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ പദവിയിൽ തുടരണമെന്നും അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരായ ആക്രമണം തുടരുമെന്നുമാണ് ഏറ്റവും പുതിയ പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ താൻ രാജ്യത്തിന്റെ പുതിയ നേതാവായ കാര്യവും രാജ്യം യുദ്ധത്തിലാണെന്ന കാര്യവും മുജ്തബ അറിയുന്നില്ലെന്ന് ചില വിദേശ രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നേതാവിന്റെ അഭാവത്തിൽ ഇറാനിലെ സൈനിക കമാൻഡർമാർക്ക് കൃത്യമായ ഉത്തരവുകൾ ലഭിക്കുന്നില്ല എന്നതും രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ വളരെ കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മുജ്തബ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ടെന്നും ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം കീഴടങ്ങുന്നതാണ് രാജ്യത്തിന് നല്ലതെന്നുമാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാനിലെ സൈനിക ഏകോപന ശേഷി തകർക്കുന്നതിനായി അലി ഖമേനിയുടെ സ്വകാര്യ വിമാനം ഇസ്രായേൽ തകർത്തിരുന്നു. ഇതോടെ ഇറാൻ ഭരണകൂടത്തിന് മറ്റ് രാജ്യങ്ങളുമായുള്ള ആശയവിനിമയ സംവിധാനങ്ങൾക്കും വലിയ തിരിച്ചടിയേറ്റു. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് മുജ്തബയുടെ പ്രസ്താവനകൾ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയോടും ഇസ്രായേലിനോടും ഒത്തുതീർപ്പിനില്ല എന്ന കർശനമായ നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. മുജ്തബ ഖമേനിയുടെ തിരോധാനം ഇറാനിലെ ജനങ്ങൾക്കിടയിലും വലിയ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പരമോന്നത നേതാവ് എന്ന പദവിക്ക് ഇറാൻ നൽകുന്ന ആത്മീയവും രാഷ്ട്രീയവുമായ പ്രാധാന്യം വളരെ വലുതാണ്. നേതാവിൻ്റെ ശബ്ദവും സാന്നിധ്യവും ഇല്ലാത്തത് ഭരണകൂടത്തിന് ജനങ്ങളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടമാകാൻ കാരണമായേക്കാം. റഷ്യയുടെ ഇടപെടൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവശ്വാസമാണെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഇത് വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കും.
ഇറാൻ റഷ്യ സഖ്യം കൂടുതൽ ശക്തമാകുന്നതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഗൗരവത്തോടെയാണ് ഇത് വീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ മുജ്തബ ഖമേനി എവിടെയാണ് എന്നത് ഇപ്പോഴും ഒരു വലിയ രഹസ്യമായി തുടരുന്നു. മോസ്കോയിലെ കൊട്ടാരത്തിലാണോ അതോ മഷ്ഹദിലെ സർവകലാശാല ആശുപത്രിയിലാണോ അദ്ദേഹം ചികിത്സ തേടുന്നത് എന്നത് സംബന്ധിച്ച തർക്കങ്ങൾ ഇനിയും തുടരും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇറാനിലെ പരമാധികാരവും നേതൃത്വവും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. പുതിയ നേതാവ് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് വരെ ഇറാനിലെയും പശ്ചിമേഷ്യയിലെയും രാഷ്ട്രീയ കാലാവസ്ഥ കനത്ത പുകമറയ്ക്കുള്ളിൽ തന്നെയായിരിക്കും. ഈ അധികാര ശൂന്യതയെ ഇറാൻ എങ്ങനെ മറികടക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും നാളുകളിലെ ആഗോള രാഷ്ട്രീയ മാറ്റങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.